സാറേ, ഇവിടുത്തെ ചോറ്റുപാത്രം കേടുവന്നിരിക്കുക. സാരമില്ല, ഇവിടെ വന്നുണ്ടോളാം. രാംദാസ്, ഹലോ മിസ്റ്റർ രാംദാസ്. ഞാൻ വീട്ടുടമസ്ഥനാണല്ലേ വിചാരിച്ചത്. ആ കത്ത് കിട്ടിയോ? കിട്ടി. അതെ, ഞാനും നൂലനും പൊടിയനും കൂടി ഇനി നോക്കാത്ത വീടുകളില്ല. ആ നൂലിനും പൊടിയനൊക്കെ അങ്ങോട്ട് പോയി. നൂലോ പൊടിയോ വീട്ടുടമസ്ഥനൊന്നും അല്ല. ചായ 5 ആക്ക്. നൂലോ, എന്തൊക്കെ വിശേഷങ്ങള്? നല്ല ആളാ. ഒരു കാർ ഇട്ടിരുന്നെങ്കിലേ ഞങ്ങൾ സ്വീകരിക്കാൻ പറ്റുമായിരുന്നു. ആരാ മൂലമനുഷ്യൻ? എന്റെ അമ്മാവനാണ്. മകളുടെ ഭർത്താവിനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. മകളുടെ ഭർത്താവ് എവിടെ പോയി? എന്റെ അമ്മാവൻ ഇന്ന് വരെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വേണ്ടേ മകളുണ്ടാകാൻ? സുന്ദരമായ ഭ്രാന്ത്. ചികിത്സിക്കാൻ കൊണ്ടുവന്നാണ്. അല്ല, വീട്ടുടമസ്ഥനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഐഡിയ എന്താണ്? സമയം വൈ, ഞാൻ ഇറങ്ങട്ടെ. എവിടേക്ക്? പുതിയ താമസ സ്ഥലത്തേക്ക്. പുതിയ താമസ സ്ഥലം? നിങ്ങൾ അന്വേഷിച്ച സ്ഥലമില്ല, ഞാൻ അന്വേഷിക്കുമ്പോ ഉണ്ട്. 2 ദിവസം ഒരു കറക്കം. ഇതേ കിടക്കുന്നു എന്നെയും കാത്തൊരു മാളിക. 2 മാസത്തെ വാടക മുൻകൂറായിട്ട് ചോദിച്ചുള്ളൂ. അത് കൊടുത്ത് താക്കോലും വാങ്ങി ഇന്ന് അങ്ങോട്ട് താമസവും മാറ്റി. നല്ല വീടാണ്, ഏകാന്തതയുണ്ട്, ഇരുന്ന് വല്ലതുമൊക്കെ എഴുതാനും പറ്റും. ആവശ്യം കഴിഞ്ഞ് 3 മുറികൾ ഒഴിഞ്ഞിടപ്പുണ്ട്. 3 മുറികൾ ഒഴിഞ്ഞിടപ്പുണ്ട്. കുഞ്ഞുങ്ങളെ, മനോഹരമായ പറമ്പ്, സുന്ദരമായ മാളിക, റോഡ് സൈഡ്, ഐഡിയൽ പ്ലേസ്. ഞങ്ങളും വരാം. എന്താ റെഡി? അവിടെ ഇലക്ട്രിക് ലൈറ്റ് ഇല്ല. അത് സാരമില്ല, എവിടെയായാലും ഞാൻ റെഡി. വരുന്ന പത്രങ്ങളും മാസികകളും കാശിയറിയില്ലാതെ വായിക്കാമല്ലോ. ഏത് റോഡിലാണ് ഈ വീട്? ഇതേ റോഡിൽ. ഇതേ റോഡിലോ? യെസ് സർ. എന്റെ ദൈവമേ, ഭാർഗവീ നിലയം. എന്താരും ഒന്നും മിണ്ടാത്തെ? അത് മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളില്ല. അവിടെ ഒരു രക്തരക്ഷസ് കുടിയിരിപ്പുണ്ട്. രക്തരക്ഷസ് വേണമെങ്കിൽ താഴെ ഏതെങ്കിലും മുറി താമസിക്കട്ടെ. ഞാൻ മോളിൽ താമസിക്കും. ചെന്ന് താമസിച്ചു നോക്കും. ഞാൻ എവിടെയെല്ലാം താമസിച്ചിരിക്കുന്നു മിസ്റ്റർ രാമദാസ്. ഇതതുപോലെയല്ല. നിങ്ങൾ രാത്രി അവിടെ ഉറങ്ങുമ്പോൾ ജനലുകളെല്ലാം പട്ടപട്ടാന്നടയും. പൈപ്പുകൾ തുറന്നു വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കും. ഓണിപ്പടിയിൽ ആരോ ടപ് ടപ് കയറുന്നതോ ഇറങ്ങുന്നതോ പോലെ ചിലങ്കകളുടെ ശബ്ദം. ചിലിം കിലിം ചിലിം. പിന്നെ നെഞ്ചത്തിരുന്ന് കഴുത്തിന് ഞെക്കും. എന്റെ ഹൃദയം പരിശുദ്ധമാണ്, എന്നെ ഉപദ്രവിക്കില്ല. ആ, വേണമെങ്കിൽ ഞാൻ ആ രക്തരക്ഷസിന്റെ കഥ എഴുതാം. ആരാണ് ഈ രക്തരക്ഷസ്? ആ വീട്ടിലെ ഓമന സന്താനം. 21 വയസ്സ്, BA ഫൈനലിന് പഠിക്കുകയായിരുന്നു. പേര് ഭാർഗവി. പെണ്ണാണല്ലേ? പറഞ്ഞാ മനസ്സിലാവും. വിദ്യാഭ്യാസവും ഉണ്ട്. ആ, എന്നിട്ട് പരമസുന്ദരി. കുറച്ചേ സംസാരിക്കും. വെളുത്ത് പാകത്തിന് പൊക്കം. പാട്ട്, ഡാൻസ് എല്ലാം അറിയാമായിരുന്നു. അത് ശരി. ആ വീട്ടിൽ വലിയ ആഴമുള്ള ഒരു കിണറുണ്ട്. ആ, ആഴമുണ്ട്. ഞാൻ ചെന്ന ഉടനെ ഒരു വലിയ കല്ലെടുത്തിട്ട് നോക്കി. നല്ല തുടക്കം. ആ കിണറ്റിലാണ് അവൾ ചാടിച്ചത്. കാരണം പ്രേമനൈരാശ്യം. ആരായിരുന്നു കാമുകൻ? ഒരു ശശികുമാർ. അയാളിപ്പോ എവിടെ? പോയി. എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പാട്ട് എഴുതും, ഡാൻസ് കമ്പോസ് ചെയ്യും. താമസം ഭാർഗവി നിലയത്തിന്റെ തൊട്ടടുത്ത്. എന്നിട്ട് 2 പേരും ദിവ്യ പ്രേമത്തിൽ. ഭാർഗവിക്ക് ചിരിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. തമാശ കേട്ടാൽ ചിരിക്കും, കണ്ടാൽ ചിരിക്കും. ഒരു ചിരി കൊടുക്ക.
ഇപ്പൊ പെണ്ണിന് ഭയങ്കര പുരുഷവിദ്വേഷം. പുരുഷ വിദ്വേഷം ഉണ്ടല്ലേ? പകലും അപ്പറമ്പിൽ കയറാൻ ആളുകൾക്ക് ഭയമാണ്. ഏതായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പോകരുത്, ഇവിടെ താമസിക്കും. പോകാതിരിക്കുന്നതാണ് നല്ലത്. പോകണ്ട. ഗുഡ് നൈറ്റ്. ഇത് കയ്യിലിരിക്കട്ടെ. ഗുഡ് ബൈ. കുട്ടി, ഗുഡ് മോർണിംഗ്. അതായത് ഗുഡ് ഈവനിങ്. തമ്മിൽ പരിചയമില്ല. ഒരു പാവപ്പെട്ട സാഹിത്യകാരനാണ്, ഒരു ഏകാന്ത സഞ്ചാരി, ഇവിടുത്തെ പുതിയ താമസക്കാരൻ. ഞാനിന്ന് കാലത്തെ കിണറ്റിലൊരു കല്ലെടുത്തിട്ടു. ഒന്നും അറിയാതെയാണ്. ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ ഭാർഗവിക്കുട്ടി? ഭാർഗവിക്കുട്ടിയെ പറ്റി പല കഥകളും ഞാനിന്ന് കേട്ടു. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ഭാർഗവിക്കുട്ടി, ചിരിക്കണമെങ്കിൽ വഴിയുണ്ടാക്കാം. ഞാൻ കുറെ തമാശ കഥകൾ എഴുതി വായിച്ചു കേൾപ്പിക്കാം. ഭാർഗവിക്കുട്ടി, ശ്രദ്ധിച്ചു കേൾക്ക്. കയ്യിലുണ്ടായിരുന്ന കാശ് 2 മാസത്തെ വാടക കൊടുത്തു. എനിക്ക് പോകാൻ വേറെ ഇടമില്ല. കയ്യിൽ കാര്യമായിട്ട് കാശുമില്ല. ഈ ഭവനത്തിൽ ദീപം തെളിയട്ടെ.
ഭാർഗവിക്കുട്ടി, ഈ വിളക്ക് നിന്റേതും എന്റേതുമാണ്. നിന്റേതും എന്റേതും. ഭാർഗവിക്കുട്ടി, ഇതാ കസേരയിലിരിക്കൂ. സംഗീതം ഇഷ്ടമാണല്ലോ, ഇതാ കേട്ടോളൂ. എനിക്ക് ഭാർഗവിക്കുട്ടിയോട് ഒരുപാട് വർത്തമാനം പറയാനുണ്ട്. പക്ഷേ എന്തിനു പറയുന്നു? നീ ഭയങ്കര പുരുഷോദ്വേഷിയാണ്. ഇതെന്റെ അവസാന രാത്രിയായിരിക്കും. ഏതായാലും നീ എന്നെ ഇന്ന് കൊല്ലും. ശരി, നീ ഒരു പുരുഷനെ സ്നേഹിച്ചു, നിന്റെ സർവസ്വവുമായി സ്നേഹിച്ചു. അയാൾ നിന്നെ വഞ്ചിച്ചു. ആ ചില്ലിലൂടെ ഭയങ്കര വിദ്വേഷത്തോടെ മറ്റു പുരുഷന്മാരെ നോക്കുന്നത് ശരിയാണോ ഭാർഗവി? കുറെ കാലം കൂടി നീ ജീവിച്ചിരുന്നെങ്കിൽ നിന്റെ ധാരണ തെറ്റാണെന്ന് അനുഭവപ്പെടുമായിരുന്നു. ഭാർഗവിക്കുട്ടി, എന്റെ ദേവി, എന്റെ ഈശ്വരി എന്ന് വിളിച്ച് ആരാധിക്കാൻ ആളുണ്ടാകുമായിരുന്നു. ഇനിയിപ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ആവർത്തിക്കപ്പെടുകയില്ല. ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹൃദയത്തിലുമുണ്ട് ശവകുടീരം, ഓരോ ഹൃദയത്തിലുമുണ്ട് ശ്മശാനം. പ്രേമത്തിന്റെ ശവകുടീരം, പ്രേമത്തിന്റെ ശ്മശാനം. ഗുഡ് മോർണിംഗ് ഭാർഗവിക്കുട്ടി. ഗുഡ് മോർണിംഗ്. ഇതുവരെ ഇത്ര സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ല. എന്റെ ഒരു പ്രിയ സുഹൃത്ത് കിടക്കയ്ക്കരിയിലിരുന്ന് വീശിക്കൊണ്ടിരുന്ന പോലെ. നന്ദി ഭാർഗവിക്കുട്ടി, നന്ദി. വളരെ നാൾ ഒറ്റയ്ക്ക് താമസിച്ചല്ലേ? ധാരാളം പുസ്തകങ്ങളുണ്ട്, ഇഷ്ടമുള്ളത് വായിക്കാം. ധാരാളം റെക്കോർഡുകളുണ്ട്, ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം. ഇനി കുളി മുതലായവ പാസ്സാകട്ടെ. ഭാർഗവിക്കുട്ടി, ഞാനിത് റിപ്പയർ ചെയ്തു. ഭാർഗവിക്കുട്ടിക്ക് സൈക്കിൾ അറിയാം. ഞാൻ പകലിത് മുറ്റത്ത് വെച്ചേക്കാം. ഇഷ്ടമുള്ളപ്പോ കയറിക്കൊള്ളു. പക്ഷേ ഗേറ്റ് കിടന്ന് റോഡിൽ പോകരുത്.
എം എൻ സാർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചായ ഓർഡർ ചെയ്തു, കാണുന്നില്ല. എം എൻ സാറ് വരും. നീ സാറിനെ നോക്കടാ. സാറിനെ ആ, രണ്ട് കഷ്ണം പുട്ട്, കുറച്ച് കടല, രണ്ടു മൂന്ന് കാച്ചിയ പപ്പടം, ഒരു ഗ്ലാസ് നല്ല ചായ കടുപ്പത്തിൽ, ഒരു ഗ്ലാസ് വെള്ളം. അനിയ, സാറിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത്. ഭാർഗവി നിലയത്തിൽ കഴിഞ്ഞ രാത്രി എന്തുണ്ടായി സാർ? എന്തുണ്ടാകാൻ, സുഖമായിട്ട് കിടന്നുറങ്ങി. അതൊരു അത്ഭുതമാണ് സാർ. അവിടെ ഒരു പിശാചുണ്ട്. അവൾ അവിടെ ആരെയും താമസിപ്പിച്ചിട്ടില്ല. ആളുകളുടെ നുണയാണ്. നുണയൊന്നുമല്ല സാർ, എനിക്ക് നല്ലതുപോലെ അറിയാം. കഴിഞ്ഞ വർഷം എം എൻ സാറിന്റെ സഹോദരിയും ഭർത്താവും അവിടെ താമസിക്കാൻ ഉറപ്പിച്ചു. ഒരു രാത്രി മുഴുവനും അവർക്കവിടെ കഴിച്ചുകൂട്ടാൻ കഴിഞ്ഞില്ല. ആരാണ് ഈ എം എൻ? ഭാർഗവി നിലയത്തിലെ കിണറ്റിൽ ചാടിച്ചത്ത ഭാർഗവി പെണ്ണ്, അതായത് ഇപ്പൊ അവിടെയുള്ള ആ പിശാച്, അതിന്റെ അമ്മാവന്റെ മകനാ എം എൻ. എം എൻ സാറിന് ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ ഏതോ പാട്ടുകാരനിൽ ഭ്രമിച്ചത്. അത് ശരി, കഥ അങ്ങനെയാണല്ലേ? സാറൊരു സാഹിത്യകാരനാണല്ലോ. സാർ ആ പെണ്ണിന്റെ കഥ എഴുതാൻ പോണുണ്ടോ? അതിന് എനിക്ക് കാര്യമായി ഒന്നും അറിഞ്ഞുകൂടല്ലോ. അറിയാനൊന്നുമില്ല സാർ, അതൊരു അസത്ത് പെണ്ണായിരുന്നെന്നാ എം എൻ സാറ് പറയുന്നത്. ഏതായാലും സാറ് സൂക്ഷിക്കണം. മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല സാറേ അത്. ഈ ഭൂമിയിൽ എത്രയോ മനുഷ്യർ മരിച്ചിരിക്കുന്നു. സാറേ, ഇത് ദുർമരണമാണ്, ശപിക്കപ്പെട്ട സ്ഥലമാണ്. ആ പറമ്പിലോ മുറ്റത്തോ നടക്കുമ്പം കാല് തട്ടി വീഴും, തലയിൽ ഓട് വന്ന് വീഴും. സന്ധ്യയ്ക്ക് ആ കിണറ്റിനടുത്ത് നിന്നാൽ ഉടനെ കിണറ്റിൽ തള്ളിയിടും. രാത്രി അവൾ പെരിച്ചാഴിയാകും, പട്ടിയാകും, പൂച്ചയാകും. പാതിരാത്രിയാകുമ്പം അവൾ ഒരു കറുത്ത പൂച്ചയായി ഇങ്ങ് വന്ന് സാറിനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. ഇവനോടെ കാണുകയില്ലെന്നാണ് എന്റെ ഭയം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. രാത്രി എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഇല്ലയോ? നിങ്ങൾ ആരും അശേഷം ഭയപ്പെടണ്ട, എനിക്കവിടെ പരമസുഖമാണ്. ആ, ഞാൻ ചിലപ്പോ ഒരു കഥ എഴുതി. ഭാർഗവി പറ്റിയാ? ഭാർഗവിക്കുട്ടി, ഇന്ന് നിന്നെ പറ്റി പല അപവാദങ്ങളും കേട്ടു. താടകയാണ്, രക്തരക്ഷസാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ അതൊന്നുമല്ല. വിഷാദമോഹനമായ ഒരു മധുര കാവ്യമാണ്. എന്താണൊരു സുഗന്ധം? ആരാണ് ഈ പുസ്തകം ഇവിടെ വെച്ചത്? ഞാൻ തന്നെ ആയിരിക്കാം. ഭാർഗവിക്കുട്ടി, എനിക്കിപ്പോ കുറേശ്ശെ മറവിയുണ്ട്. ഭാർഗവിക്കുട്ടി, ഒരാശയം എന്റെ മനസ്സിൽ ഉദിച്ചിരിക്കുന്നു. ഭാർഗവിക്കുട്ടിയെ പറ്റി ഒരു കഥ എഴുതാൻ ഞാൻ വിചാരിക്കുന്നു. ആളുകൾ നിന്നെപ്പറ്റി പറയുന്ന നുണകളല്ല, ഭാർഗവിക്കുട്ടിയുടെ സത്യമായ കഥ. മതിലിന്റെ അപ്പുറത്തുള്ള വീട്ടിൽ ശശികുമാർ, ഇപ്പുറത്തുള്ള വീട്ടിൽ ഭാർഗവി.
അവിടെ നിന്ന് ഗാനപ്രവാഹം, ഇവിടെ ചിലങ്കകളുടെ ജിലിം ക്ലിം ജിലിം ജിലിം ക്ലിം ജിലിം. രണ്ട് ഹൃദയങ്ങളുടെ ഇടയിൽ ഒരു മതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആരാണവിടെ? കുട്ടി, ദൈവനാമത്തിൽ ഞാൻ ഈ താഴ് തുറക്കാൻ പോകും. അത് ശരി. നിന്റെ ജീവിതത്തിന്റെ താക്കോൽ എവിടെ ഭാർഗവി കുട്ടി? ഒരുപക്ഷേ നിന്റെ ജീവിതത്തിന്റെ താക്കോൽ ഈ പെട്ടിക്കകത്തായിരിക്കും. ഇത് നീയാണോ ഭാർഗവി കുട്ടി? നീ തന്നെ ആയിരിക്കണം. എസ്.കെ. ശശികുമാറിന്റെ സിദ്ധാർ. ഇത് ശശികുമാർ നിനക്ക് തന്നതാണോ ഭാർഗവി കുട്ടി? സലാം ഭാർഗവി കുട്ടി. ബീച്ചിലായിരുന്നു. വെട്ടിക്കളൻ വന്നോ?
പെട്ടിക്കള ഞാനിന്ന് നന്നായിട്ടൊന്ന് പറ്റിച്ചു. കുട്ടി, നിന്റെ രഹസ്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇല്ല, ഞാനിതൊന്നും വായിക്കുന്നില്ല. നിന്റെ രഹസ്യങ്ങൾ ലോകത്താരും അറിയണ്ട. ഞാനിത് ഭദ്രമായി സൂക്ഷിക്കാം. ഭാർഗവക്കുട്ടി, ഇതിൽ ഞാനൊന്നിരുന്നോട്ടെ. ഞാൻ തന്നെ അടിച്ചുവാരി വൃത്തിയാക്കിയതാണ്. എല്ലാം പണ്ടത്തേത് മാതിരി തന്നെ ആയിട്ടുണ്ടോ എന്ന് നോക്കൂ. കടന്നു പോകുന്ന ഹേ അജ്ഞാത സുഹൃത്തെ, പാടുവാൻ കഴിയുമെങ്കിൽ ഒരു കുളിർഗാന നിശ്വാസത്താൽ എൻ്റെ ഹൃദയവ്യഥയെ അല്പമൊന്ന് ലഘൂകരിച്ചാൽ. ശാന്തമോഹനമായ ജീവിതത്തിൻ്റെ ഒരു മധുരഗാനാലാപാൽ എന്നെ ഒന്ന് ഉറക്കിയിട്ട് പോകൂ, എന്നെ ഒന്ന് ഉറക്കിയിട്ട് പോകൂ. നീ ആര്? വെള്ളം വെള്ളം വെള്ളം. നീ ആര്? വഴിപോക്കനാ സാറേ, ജോലി തിരക്കി ഇറങ്ങിയതാ. വലിയ കുറച്ചിലായി സാറേ. ആണുങ്ങൾ എന്നെ തല്ലിയിട്ടുണ്ട്. ഇതാദ്യമായിട്ടാ പെണ്ണിന്റെ തല്ല് കൊള്ളുന്നത്. 2 കാരണത്ത് അടിച്ചു. ഈ വയറ്റ് തിരിഞ്ഞിട്ട് ചവിട്ടി ചവിട്ടി കൊച്ചമ്മ. ഏത് കൊച്ചമ്മ? എടോ, രാത്രി ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോ സാറേന്നോ കൊച്ചമ്മയെന്നോ വിളിക്കണ്ടേ? പൂത്തിരി കത്തിച്ചോണ്ട് കൊച്ചമ്മ നിപ്പുണ്ടായിരുന്നു സാറേ വാതിക്കെ. തന്റെ പേരെന്താ? ചെറിയ വരിക്കണ്ണി. എന്താ ചീങ്കണ്ണിന്നോ? ചീങ്കണ്ണി അല്ല സാറേ, ചെറിയ വരിക്കണ്ണി. ചെറിയ വരിക്കണ്ണി. അപ്പൊ ഇനി വലിയ വരിക്കണ്ണി സാറും കേട്ടിട്ടുണ്ടല്ലേ? വലിയ വരിക്കണ്ണിയെ കേട്ടിട്ടില്ലാത്ത ഒരു ചുരുങ്ങും. സാറേ, ഇതാണ് വണ്ണം. ഒരു വലിയ മുട്ടനാടിനെ ചുട്ട് ഒറ്റ ഇരിപ്പിനെ മുഴുവൻ തിന്നും. 2 കുടം കള്ളം കുടിക്കും. തന്റെ ആരാണ് വലിയ വരിക്കണ്ണി? എന്റെ അച്ഛൻ. എടോ, തനിക്ക് ഇവിടെ ഒരു ജോലി തരാം. സാറേ, ഞാൻ എങ്ങനെ ഇരുന്ന ആളാണെന്ന് അറിയാമോ? എന്റെ ജീവചരിത്രം കേട്ടാൽ സാറ് അറിഞ്ഞു പോകും. ജീവചരിത്രം നാളെ കേൾക്കാം. താനിപ്പോ കുറഞ്ഞു.
ഭാർഗവിക്കുട്ടി, ഈ ചെറിയ പരിക്കണ്ടി ഇവിടെ താമസിച്ചോട്ടെ. ആള് പാവം. നമുക്ക് ആ കിണറും മുറ്റവും ശരിപ്പെടുത്തിക്കാം, ഒരു പൂന്തോട്ടം ഉണ്ടാക്കിക്കാം. ഗുഡ് നൈറ്റ്. എന്താണ് ബഹളം? സാറേ, ഇത്രയും വലിയ രണ്ട് കണ്ണും ഇത്രയും ഉള്ളൊരു മീശയുള്ള ഒരാള് എന്നെ പിടിക്കാൻ വന്നു. എന്നിട്ട് റോഡിലോട്ട് ഇറങ്ങി പോയെന്നാ തോന്നുന്നു. വല്ല ഭ്രാന്തനുമായിരിക്കും. ഗേറ്റ് തുറന്നിടരുത്. ചെറിയ പരിക്കണ്ടി, താൻ ആ ബാങ്കിന്റെ മുൻവശത്തുള്ള ചെറിയ ഹോട്ടലിൽ നിന്ന് തന്നെയല്ലേ ഊണ് കഴിച്ചത്? അതെ സാറേ, എനിക്ക് വയറ് പറയുന്നു സാറേ. സാറേ, ഇവിടെ എന്താ അരിവെപ്പില്ലാത്ത? കുറെ ദിവസം കഴിഞ്ഞ് തുടങ്ങും. കൊച്ചമ്മയ്ക്ക് ഊണില്ലേ? മരുന്ന് സേവിച്ചായിരിക്കും, പാലം പഴവുമായിരിക്കും. സാറേ, ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് വന്നിരിക്കും സാറേ? 26. ആ കണ്ടോ, വളരെ ശരി. സാറേ, എന്റെ ജീവചരിത്രം കേൾക്കണോ? പക്ഷെ സാറ് കരഞ്ഞു പോകും. 25 വയസ്സ് വരെ എന്റെ അമ്മയാണ് എനിക്ക് ചോറ് വാരി തന്നോണ്ടിരുന്നത്. എന്നിട്ട് അമ്മ മരിച്ചുപോയി. 1 വർഷമായി. സാറ് ഞാൻ എന്റെ അമ്മയായിട്ട് കരുതും. കരുതിക്കോ. ആ, പക്ഷെ തനിക്ക് ചോറ് വാരി തരാൻ പറ്റില്ല. ആ ഇടോ, താൻ ഉണ്ണാനെ മറ്റു പോകുമ്പോ വഴിക്ക് ആരോടും വർത്തമാനം പറയുന്നു. ഭാർഗവ നിലയത്തിലാണ് താമസം ഒന്നും പറയുന്നത്. ഇല്ലമ്മേ, അല്ല ഇല്ല സാർ. സാർ ബെല്ലടിച്ചോ? കൊച്ചമ്മ ആയിരിക്കും. കൊച്ചമ്മ സാറിനോട് പറയും. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. അത് കൊള്ളാം. അയ്യോ, ബാക്കി നാളെ ആവാം. കൊച്ചമ്മേ,
പൊന്നു കൊച്ചമ്മേ, പൂച്ചയുടെ കണ്ണ് കണ്ടങ്ങ് പേടിച്ചു പോയി. വന്ദനം കൊച്ചമ്മേ. കൊച്ചമ്മേ, സാറ് വന്നു. സാറേ, ഒറ്റയ്ക്കിരുന്ന് പേടിയായപ്പം ഞാൻ കൊച്ചമ്മയുടെ മുറിയിലോട്ട് നോക്കി. വിളക്ക് കത്തനുണ്ട്, കട്ടിലുമുണ്ട്, പക്ഷെ കൊച്ചമ്മ അകത്തില്ല. താൻ എന്തിനാണ് അതിനകത്ത് നോക്കി? എടാ ചെറിയ പരിക്കണ്ടി, താൻ ആ മുറിക്കകത്ത് നോക്കുന്നത് കൊച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഇനി ആ മുറിയുടെ അടുത്ത് പോവല്ലേ? ആ ഭാർഗവിക്കുട്ടി, ചെറിയ പരിക്കണ്ടി പാവമാണ്. മുറിക്കകത്ത് എത്തി നോക്കിയത് ക്ഷമിക്കണം. ഗുഡ് നൈറ്റ് ഭാർഗവിക്കുട്ടി. ഗുഡ് നൈറ്റ്. ഞാനൊക്കെ പേടിച്ചുപോയി സാറിനെ കണ്ട്. താനാണ്? ഞാൻ കണ്ണൂർ നോക്കിയപ്പോ സാറിനെ കണ്ടില്ല. സാറിനെ നോക്കാൻ ഇറങ്ങിയതാണ്. പോയി കിടന്ന് ഉറങ്ങിക്കോ. ഭാർഗവിക്കുട്ടി, കഴിഞ്ഞ കാലത്തിന്റെ ചില അടയാളങ്ങൾ ഇന്ന് ഞാൻ കണ്ടു. നിന്റെയും ശശികുമാറിന്റെയും ഒരു താവളം, കല്ലിൽ കുത്തിയ നിങ്ങളുടെ ഓമന പേരുകൾ. നിന്റെ കഥ അങ്ങനെ നീണ്ടുപോവുകയാണ്. സാറിത് കേട്ടോ? എന്ത്? ഇടിവെട്ടുന്നൊരു ശബ്ദം. അത് കാറ്റടിച്ച് ജനാല അടഞ്ഞതായിരിക്കും. പരിഗണി, പൊന്നു സാറേ,
സാറിന്റെ കടാരി. കഠാരി തന്നെത്താൻ പൊങ്ങി വന്നു സാറേ. എന്നിട്ട് എന്റെ വയറ്റിന് നേരെ മോനെയും കുത്തി ഒരു വീഴ്ച. എന്നിട്ട് മോനെ വയറ്റി കൊണ്ടതുപോലെ തോന്നി. പരിഗണി, താൻ ചുമ്മാ കിടന്ന് ഉറങ്ങ്. സ്വപ്നം കണ്ടാവൻ. ഗുഡ് നൈറ്റ് കുട്ടി, ഗുഡ് നൈറ്റ്. ചെറിയ പരിക്കണ്ണി വലുതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പിന്നെ അയാൾക്ക് നിലവിളിച്ചു. എന്താ വിശേഷം? ഈ വേദത്തൊട്ടൊന്ന് നോക്കൂ സാറേ. സാമാന്യം ഭേദപ്പെട്ടൊരു കുടവേർ വയ്ക്കോത്തുറന്നു വേണേ പറയാം. സാറേ, ഇതിന്റെ പുറത്ത് കയറി വേണം നടക്കാൻ. 2-3 പ്രാവശ്യം വയറ്റത്ത് ചവിട്ടി നടന്നു. അപ്പൊ ഞാൻ കണ്ണു തുറന്നു. അപ്പൊ നിന്ന് തകർന്നോന്ന് നൃത്തം ചവിട്ടുന്നു. ഞാനോ? സാറല്ല, സാറിന്റെ ഭാര്യ. സാരമില്ലട്ടോ, തന്റെ ആ വയ്ക്കോത്തുറ കണ്ടാൽ ആർക്കും തോന്നും. എനിക്കും തോന്നിയതാണ് തന്റെ ആ വയറ്റത്ത് കയറിയുന്ന താണ്ടാ നൃത്തം ചെയ്യാൻ. അയ്യോ സാറേ, സാറിന് തോന്നിയോ? ചുമ്മാ പറഞ്ഞല്ലേടോ. തന്നെ നോക്കിക്കോളൂ. താൻ കണ്ടതെല്ലാം വെറും സ്വപ്നം. സാറേ, സ്വപ്നത്തിന് വേദനയുണ്ടോ? വേദന അല്ലടോ, വെറും തോന്നലാണ്. സാറിന് ഇഷ്ടം പോലെ ആട്ടെ. ഭാർഗവിക്കുട്ടി, എന്താണ് ഈ മനുഷ്യനെ ശല്യപ്പെടുത്തുന്നത്? എനിക്ക് ദേഷ്യം വരും. ഭാർഗവിക്കുട്ടിയുടെ പിന്നാലെ പെട്ടിയുണ്ടല്ലോ, ഞാനത് കടലിൽ വലിച്ചത്. ഗുഡ് നൈറ്റ്. ശബ്ദം കീറിയത് ഞാനല്ല സാർ. പൂച്ച കീറിട്ട് അയലിട്ടേക്കും. കഠാരുണ്ട് കുത്തി കീറിയ പോലെ. കഠാരി കൊണ്ടാണെങ്കിൽ എന്റെ പൊന്ന് സാറേ, ഭാർഗവ കൊച്ചമ്മയായിരിക്കും. സാറിനല്ലാത്തൊരു കൊച്ചമ്മേനെ തോന്നിയത് പറഞ്ഞോ? തനിക്ക് പല്ലിയപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അത് കഴിച്ച് വേഗം പറഞ്ഞു. ഡോ, ഇത് കൊണ്ടുപോയി ആ ബാങ്കിന്റെ മുകളിലുള്ള അറിയാം സാർ. എന്താ പറയും, ഇത് കൊണ്ടുപോയി ബാങ്കിലിടെ. ബാങ്കിന്റെ മുകളിലുള്ള ലോഡ്ജ് കൊടുക്കണമെന്ന്. കൊടുക്കാം. ഈ കത്ത് ആദ്യം കൊടുക്കണം. ഇതെന്തിനു ഭാർഗവക്കുട്ടി? ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു സിൽക്ക് ഷർട്ട്, നിറമുള്ളതൊന്നും ഇഷ്ടമില്ല അല്ലേ? ഇവിടെ ആരും ഇല്ലേ? പ്രിയപ്പെട്ട രാമദാസ്, ഈ വരുന്നത് എന്റെ പുതിയ സെർവന്റ് ആവും. ഒന്നും പറഞ്ഞ് ഇവനെ പേടിപ്പിക്കരുത്. ആ ചെയ്ത് കൊടുത്തയക്കുന്നു. എന്താണ് നിന്റെ പേര്? ചെറിയ പരിക്കണ്ണി. ഇവനേതോ പച്ചമരുന്നാണ്, കുറുന്തോട്ടി. അല്ല, വലിയ പരിക്കണ്ണിയുടെ മകൻ ചെറിയ പരിക്കണ്ണി. എന്നെ ഒന്ന് വിടാൻ. നിന്നെ വിടാനാ? എന്റെ അമ്മാവന്റെ മകളെവിടെ?
നീ കല്യാണം കഴിച്ച പെണ്ണ്. അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അവളെ ഈ കൊടവേരം കൊന്നതായിരിക്കും. പൊന്നങ്ങനെ എനിക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. അതെന്താ? പെണ്ണുങ്ങളെ അമ്മയായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാ പെണ്ണുങ്ങളും. അതെ സാറേ. കടന്നുപോകുന്നേ പാടുവാൻ കഴിയുമെങ്കിൽ ഒരു കുളിർഗാന വിശ്വാസത്താൽ എന്റെ ഹൃദയവിധി അല്പമൊന്ന് ലഘൂകരിച്ചാലും ശാന്തമോഹനമായ ജീവിതത്തിന് ഉറക്കെ ഒരു മധുരഗാനമില്ലാതെ മധുരഗാനങ്ങളാൽ താരകാവസ്ഥത്തെ കോൾമേൽ കൊള്ളിക്കുവാൻ ഞാൻ മുതിരുമ്പോൾ അതൊരു ഗൽഗതമായി നിന്നുപോകും. എന്റെ ശ്രമങ്ങളെല്ലാം ദുഃഖത്തിന്റെ വെറും മൂളലായി രൂപാന്തരപ്പെടുകയാണ്. ദുഃഖത്തിന്റെ വെറും മൂളലായി രൂപാന്തരപ്പെടുക.